എന്തിനാ കവർ ഇട്ട് വെച്ചിരിക്കുന്നത്? കവർ ഇട്ട് വെച്ചേക്കെന്ന് വെച്ചാൽ എന്റെ ഒരു വിശ്വാസമാണ്. എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടി. ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ശരിക്കും ഇങ്ങനെ ഒരു ഇതുകൊണ്ട് കെട്ടും, ലീവ്സ് ഒക്കെ ഇങ്ങനെ കെട്ടി വെക്കും. അതായത് അപ്പൊ നമ്മൾ ആ കാറ്റിന് ഇതിന്റെ ലീവ്സ് ഒന്നും എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇതൊരു 19 വർഷത്തിൽ കൂടുതൽ പഴക്കണ്ട്. എന്റെ ഒക്കെ ചെറുപ്പത്തില് എന്റെ വീട്ടില് തറവാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭരണിയാണിത്. ഇത് വേണ്ടാണ്ട് കിടന്ന സംഭവം നമ്മളത് എടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതില് 3 പ്ലാന്റ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറയുള്ള അമ്പിളി ചേച്ചിയുടെ ഹോം ഗാർഡനിലാണ്. ചേച്ചി ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ട് അഗ്ലോണിമ പ്ലാന്റുകളാണ്. അപ്പോൾ ഏതാണ്ട് 150-ൽ പരം വെറൈറ്റി കളക്ഷൻസ് ആണ് ചേച്ചിയുടെ അടുത്തുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതും അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയും വരാവുന്ന അസുഖങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചേച്ചി നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചിറ കൊമ്പത്തറ എന്ന് പറയും. അതായത് കൊടുങ്ങല്ലൂരിനും മാളയ്ക്കിടയിലായിട്ടാണ് ഞങ്ങളുടെ കൊമ്പത്തറ എന്ന് പറയുന്ന സ്ഥലം. ഈ ചെടികളുടെ കളക്ഷൻ എന്ന് പറയാനില്ല. ആദ്യം നമ്മൾ കാലങ്ങളായിട്ട് ചെടികളോട് ഇഷ്ടമുണ്ട്. അപ്പോൾ ചെടികൾ കളക്ട് ചെയ്യുന്ന ആദ്യമൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു അഗ്ലോണിമയുടെ കളക്ഷനിലോട്ടാണ് തിരിഞ്ഞിട്ടുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോക്ക്ഡൌണിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ട് അന്നും. പിന്നെ റയർ പ്ലാന്റ്സ് ആണ് ഇപ്പൊ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. റയർ അഗ്ലോണിമാസ് ആണ്. എന്റെ അടുത്ത് ഇപ്പൊ ഒരു 180 വെറൈറ്റി ഉണ്ട്. അത് അപ്പൊ എല്ലാ പ്ലാന്റ്സും ഇപ്പൊ ഒരു 2 നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. എന്തായാലും കംപ്ലൈന്റ്സ് കാര്യങ്ങൾ വരുന്ന ഒരു ഇത് കാരണം നമ്മളിപ്പോ കളക്ഷനാണ് ഇപ്പൊ മെയിൻ. എന്റെ അതിനിടയിൽ ചില പ്ലാന്റ്സ് കുറച്ചൊക്കെ എന്താ ആവശ്യക്കാർക്ക് നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടുന്ന കൂടെ ഒരു പ്ലാന്റ് കൂടുതൽ കിട്ടിയാൽ അത് കൊടുക്കും. പ്രൊപ്പഗേറ്റ് നമ്മുടെ പഴയ പ്ലാന്റ്സിൽ നിന്ന് ഇപ്പൊ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതും കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഇവിടെ വന്ന് കുറെ പേര് എടുക്കും, പിന്നെ കൊറിയർ അയച്ചു കൊടുക്കും. അങ്ങനെ ഉള്ള പ്ലാന്റ്സ് എടുത്തിട്ട് കൊടുക്കല് വലുതായിട്ടില്ല. റയർ പ്ലാന്റ്സ് മെയിൻ ആയിട്ട് എന്റെ കളക്ഷനാണ്, മെയിൻ ആയിട്ട് കളക്ഷനാണ്. അതിലൊരെണ്ണം കൂടുതലുണ്ടെങ്കിൽ കൊടുക്കും. കാണാം. ചേച്ചി ഈ ഗാർഡനിൽ വരുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നു കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു നല്ലൊരു കൂജ ഭരണിയാണോ അത്? ഇതൊരു പണ്ടത്തെ നമ്മുടെ ഉപ്പുമാങ്ങ ഭരണി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇതൊരു 19 വർഷത്തിൽ കൂടുതൽ പഴക്കണ്ട്. എന്റെ ഒക്കെ ചെറുപ്പത്തില് എന്റെ വീട്ടില് തറവാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭരണിയാണിത്. ഇത് വേണ്ടാണ്ട് കിടന്ന സംഭവം നമ്മളതെടുത്ത് വീടൊക്കെ പൊളിച്ചപ്പോഴേ മെയിൻറ്റെയിൻ ചെയ്തപ്പോ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അതുമ്പോ നമ്മൾ പെയിന്റ് ചെയ്യിച്ചതാണ് ഈ സംഭവം. അതന്നെ. ഇത് കാലുമ്പോ മുള്ളൊക്കെ തറച്ചിട്ട് ഇങ്ങനെ കാലൊക്കെ പൊന്നിച്ചിട്ടുണ്ട്. അതാണ്. അതുമ്പോ ഞാനിപ്പോ ഒരു ചെടി എടുത്ത് വെച്ചത്. നമ്മളിപ്പോ ഏത് പോട്ടുമ്പോൾ ഒരു പ്ലാന്റ് കയറ്റി വെക്കുമ്പോ അതിനൊരു വേറെ ഭംഗി വരും, ആ ചെടിക്കും ഭംഗി വരും മൊത്തത്തില്. ഇത് സ്നോ മൗണ്ടൻ, ഇത് പ്ലാന്റ് ആണ് സ്നോ മൗണ്ടൻ എന്ന് പറയുന്നത്. ഇതിപ്പോ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. റയർ പ്ലാന്റ് ആണ് സ്നോ മൗണ്ടൻ. ഇതിപ്പോ ഈ പ്ലാന്റിനൊക്കെ ഒരു 1000 അബോ റേറ്റിൽ പോണ ഒരു പ്ലാന്റ് ആണ്. അതിങ്ങനെ വട്ടം വെക്കും, ഇങ്ങനെ തൈ വരും, ഇങ്ങനെ തൈ വരും ഇതിന്റെ ഇടയിൽ നിന്ന്. പക്ഷെ അതൊക്കെ റയറായിട്ട് വരുന്നോണ്ടിരിക്കുള്ളൂ. പക്ഷെ നല്ല പ്ലാന്റ് ആണിത്. ഇപ്പൊ നമ്മളിനി പരിചയപ്പെടുന്നത് റയാൻ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത്. അതിന്റെ ലീഫ് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഗോൾഡിന്റെ ഒരു ഷേപ്പ് ഇതുണ്ടല്ലേ, ഇങ്ങനെ അതാണ് അതിന്റെ മെയിൻ പാറ്റേൺ ആണ്, ഗോൾഡൻ ആയിട്ട്. ഇതിൽ പറഞ്ഞിട്ട് നല്ലൊരു റയർ പ്ലാന്റിൽ വെട്ട തന്നെയാണ് സംഭവം. അത് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ബേബി പ്ലാന്റ്സ് ഒക്കെ വരാൻ ഇത്തിരി ടൈം എടുക്കുന്ന പ്ലാന്റ് ആണ് അത്. റേറ്റ് അതാണ്. ഈ റയർ പ്ലാന്റ്സിലൊക്കെ ബേബി പ്ലാന്റ്സ് വരില്ല. അപ്പൊ നമുക്ക് അതിന് ടൈം റേറ്റ് കൂടും ശരിക്കും. ഓൾറെഡി ഇപ്പൊ ഇതിപ്പോ സുക്സം ജയ്പോങ് റെഡ് എന്നൊക്കെ പറയുന്നതാണ്. റെഡ് ആണത്. അപ്പൊ ഇതും അതെ, ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും മേടിക്കുമ്പോ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് മേടിച്ചു വെക്കാം, ഹെൽത്തിയുള്ള പ്ലാന്റ്. അല്ലാതെ നമ്മള് റേറ്റ് കുറവ് നോക്കിയിട്ട് നമ്മൾ ഈ പ്ലാന്റ് ചെറുതൊക്കെ മേടിക്കും. പക്ഷെ നമുക്കത് എന്താ പറയാ സക്സസ് ആയി കിട്ടില്ല ചില പ്ലാന്റ്സ്. ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ആവുമ്പളേ പരമാവധി നല്ല പ്ലാന്റ് എപ്പോഴും മേടിക്കണം നമ്മള്. അടുത്തത് ഇത് സൂപ്പർ വൈറ്റ്.
സൂപ്പർ വൈറ്റ് അല്ലേ? സൂപ്പർ വൈറ്റ്. അത് ഇങ്ങനെ നമുക്ക് ആദ്യം കാണുമ്പോൾ അത് ഗ്രീനിഷ് ആയിരിക്കും കൂടുതൽ വരാം. പിന്നെയാണ് ഇതിങ്ങനെ വരുന്ന ലീവ്സ് ആണ് കണ്ട നല്ല വൈറ്റിലോട്ട് വരും. പ്യൂർ വൈറ്റിലോട്ട് വരും. ഇതിപ്പോ എന്റെ വെയിലടിക്കുമ്പോൾ വ്യത്യാസം വരും. വെയിലല്ല, നമ്മുടെ നല്ല വെളിച്ചം കിട്ടുമ്പോ ഈ കളർ കേറി വരും, വൈറ്റ് കേറി വരും. അപ്പൊ ഈ ബോർഡർ മാത്രം ഗ്രീൻ ആവും നമുക്ക്. പിന്നെ ഇപ്പൊ നമ്മുടെ എന്താ പറയാ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇന്ത്യാനാക്യൂൻ. ഇത് വളരെ റയറാണ്. ഇത് ഉണ്ട്, പ്ലാന്റ് ആദ്യമേ ഉണ്ട്, ആരെ കയ്യിലേക്ക് എത്തിയിട്ടില്ല ഈ സംഭവം. കുറച്ച് പേരെ കയ്യിലൊക്കെ ഉണ്ട് ഇത്. നല്ല റേറ്റ് ഉണ്ട്. അത് ഒരു 2500, 3000, 3500 വരെ. അതായത് പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാർ. ഇതിന്റെയൊക്കെ രണ്ടില വെച്ചിട്ട് 2000, 2500 മേടിക്കുന്നവരുണ്ട്. പക്ഷെ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ട് എന്റെ ഇപ്പൊ ഈ പ്ലാന്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 3000 റേഞ്ചിലാണ്. 3000 റേഞ്ചിലാണല്ലേ? ചേച്ചി അപ്പൊ കളക്ട് ചെയ്യും? അത് ഞാൻ കളക്ട് ചെയ്യും. ഇത് ഇതുപോലെ തന്നെ ഒരു നല്ല പ്ലാന്റ് മിൽക്കി വേ. ഇത് പക്ഷെ കാണുന്നതൊരു ഗ്രീൻ ആണ്. ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. കണ്ടത് പിന്നെ ലീവ്സ് ഒക്കെ തിരിഞ്ഞാൽ കട്ടിയാണ്. ഒരു നാരോ ടൈപ്പ്. ഇതിനും 1000 എബവ് വരും. ഇതൊരു ഇപ്പൊ ലാസ്റ്റ് ഞാൻ കളക്ട് ചെയ്തൊരു പുതിയ വെറൈറ്റിയാ. ഇതിന്റെ ഐഡിയ എനിക്ക് അറിയില്ല, പേരറിയില്ല. ഇതൊരു 2500 വെറൈറ്റി ആണത്. ഞാൻ കളക്ട് ചെയ്തതിലൊരു പുതിയ വെറൈറ്റി ആണത്. ഗ്രീൻ ആണ്, പക്ഷെ കാണുമ്പോ നമുക്ക് ഗ്രീൻ ആണെന്ന് അത്രയ്ക്കുള്ളൂ ഇതില്. അതിന്റെ പക്ഷെ ലീവ്സ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കൂടുത് നല്ല ഇതില് വരും. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ സുക്സമിന്റെ റെഡ്, സുക്സം റെഡ് സെയിം തന്നെ. സുക്സം റെഡ് ആണത് ഈ ഇത്രയും പ്ലാന്റ്. സുക്സം റെഡ്. ഇത് നമ്മുടെ പിങ്ക്, അഗ്ലോണിമ പിങ്കി എന്നൊക്കെ പറയുന്ന പിങ്ക് കളറ്. അതിന്റെ ഈ ചെറിയ ലീഫ്സ് ആണ്. ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുള്ളൂ. വലിയ പ്ലാന്റ്. അതന്നെ, അതാണ്. ഇത് പിന്നെ കൊച്ചിൻ പീച്ച്. ഇതൊക്കെ ഇത് അതിൽ വെട്ട് തന്നെയാണ്. അപ്പുറത്തേൽ വെട്ട്. ഇതിന് എലഫന്റ് റെഡ് എന്ന് പറയില്ലേ? എലഫന്റ് റെഡ് ആണ്. നാരോ ലീഫാണ്. നല്ല ഡിമാൻഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ബുഷ് നമ്മളാണ് അതിന്റെ ഭംഗി. വേണ്ടില്ലേ? ഇത് ചിലത് കംപ്ലൈന്റ് വന്ന് പോണില്ലേ? പിന്നെ ലീവ്സ് പോയി. പക്ഷെ തൈകൾ വരുന്നുണ്ട്, സൈഡിൽ ഷൂട്ട് വരുന്നുണ്ട്. 2 ഷൂട്ട് വരുന്നുണ്ട്. അപ്പൊ അത് 2 പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യണം എപ്പോഴും. ഇത് ട്രൈ കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. 3 കളർ. അതായത് വൈറ്റ്, പിങ്ക്, ഗ്രീന്. പക്ഷെ എന്നാലും ഭയങ്കര പ്രത്യേക ഭംഗിയല്ലേ? അതന്നെ. ഇതന്നെ ഇപ്പൊ എന്റെ അടുത്തൊരു ഞാൻ കളക്ട് ചെയ്യാം. അതിന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ 4-5 പ്ലാന്റ് കളക്ട് ചെയ്ത് വെച്ചേക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാല് അതിന് തൈകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ അതിന്റെ ഇത് അത് തന്നെയാണ്. സെയിം തന്നെ ഈ പ്ലാന്റ്, സെയിം തന്നെ. പിന്നെ അപ്പുറത്ത് ഇത് റെഡ് സൺ. ഇത് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. റെഡ് സൺ. ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് കുറച്ചായിട്ടുള്ള വെറൈറ്റിയാണ്. പക്ഷെ പ്ലാന്റ് ഭയങ്കര ഭംഗിയാണ്. ഇത്തിരി ബ്രോഡ് ലീഫൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് റെഡ് ലൈൻ അങ്ങനെ എന്തോ പേര് പറയണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ തന്നെ കൊച്ചിൻ റെഡിന്റെ ഒക്കെ നാരോ ലീഫാണ്. നീളത്തിലാണ് അതിന്റെ. ഇതിന്റെ ലീഫിലാണ് വ്യത്യാസമുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ വലിയ എന്താ പറയാ അതാണ് വ്യത്യാസം. ഇനിയും അടുത്തത് നമ്മള് കുറച്ച് റയർ പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത്. ഇതിലിപ്പോ ഇത് ഗ്രീൻ ബൗൾ അതിന്റെ ഒരു ബൗൾ ഷേപ്പിലിരിക്കുന്ന നല്ല കട്ടിയാണ് ഇതിന്റെ ലീഫ്. ഇതൊക്കെ ഒരു 900 1000 വരെ വരുന്നുണ്ട്. അതിന്റെ പ്ലാന്റിന്റെ ബുഷ്നെസ് അനുസരിച്ചിട്ട് ഇതും ഒരു വെറൈറ്റി തന്നെയാണ്. ഇത് പേര് അത്ര നമ്മുടെ കറക്റ്റ് ലയന്റെ പോലെ ഉണ്ട്, പക്ഷെ ലയൺ അല്ലത്. ലയന്റെ പോലെ തന്നെ ഇത് ലോങ് ലീഫാണ്. കറക്റ്റ് ലയൺ സൈസാണ്. അതെ, ലയണും സൈസ് തന്നെയാണ്, പക്ഷെ അത് അത്ര കറക്റ്റ് ലയൺ അല്ലത്. പിന്നെ ഒരു റയർ പ്ലാന്റ് ആണിത്. മൂൺലൈറ്റ്, ബ്ലാക്ക് മൂൺലൈറ്റ്. നല്ല സൈസ്. ഇതിങ്ങനെ റൗണ്ട് വെക്കും. എനിക്ക് ഈ പ്ലാന്റിന് ഇത്തിരി കംപ്ലൈന്റ് വന്നു ഇതിന്റെ ഇടയില്. അപ്പൊ ഇതിന്റെ ലീവ്സ് ഒക്കെ കുറച്ച് പോയിട്ട് ഇപ്പൊ അത് സർവൈവ് ചെയ്ത് ഈ നിലയിൽ വന്ന് നിൽക്കുന്നുണ്ട് പ്ലാന്റ്. ഇതൊരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിലും സൈസ് ഉണ്ടായതാണ്.
ഇത് നമ്മുടെ പനാമ വെറൈറ്റീസ് ആണ്. പനാമ വെറൈറ്റീസ് അല്ലേ? പനാമ വെറൈറ്റീസ് ഈ പറഞ്ഞിട്ട് എന്റെ ഒരു പ്ലാന്റ് നശിച്ചു പോയി. അതിന്റെ സക്സസ് ഇത് വരുന്നതാണിത്. പീച്ച് കണ്ട ലൈറ്റ് ആണിത്. അതിന്റെ തന്നെ പിങ്ക്, ഇത്തിരി ഡാർക്ക് പിങ്ക് കണ്ട. അതന്നെ റെഡ്. ഇതിന്റെ റെഡ് മൂന്നും ഏകദേശം സെയിം പേര് തന്നെയാണ്. എന്റെ വ്യത്യാസം പീച്ച്, പിങ്ക്, റെഡ് അത്രയൊക്കെ ഉള്ളൂ. ഇനി വാനില എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡായിട്ട്. അത് എനിക്ക് എന്റെ അടുത്ത് ഇല്ല, വന്നിട്ടില്ല അല്ലേ? പിന്നെ അടുത്തതും ഇതും റയറാണ്. ഇത് നമ്മുടെ റെഡ് ആർമി എന്നൊക്കെ പറയും ഇവിടെ ഉണ്ട്. അത് അപ്പുറത്ത് അതിന്റെ ഗ്രീൻ ആണിത്. റെഡ് ആർമിയുടെ ഗ്രീൻ ആർമി എന്ന് പറയുന്നത്. ഗ്രീൻ ആർമി അല്ലേ? ഗ്രീൻ ആർമി. അതാണ് ഈ മൂന്ന് പ്ലാന്റ്. സെയിം തന്നെയാണ്. ഗ്രീൻ ആർമിയാണിത്. ഇതും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. 1000 above. ഇതും ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. വെറൈറ്റി. ഇത് ഇത്തിരി കണ്ട ലീഫ് ഇത്തിരി നല്ല കട്ടിയുണ്ട്. ലീഫ് നല്ല വലിയ ലീഫ് ആവുകയും ചെയ്യും. ബ്ലാക്ക് പാന്തർ ഇതും നല്ല പുതിയ വെറൈറ്റി ആണ്. നല്ല വെറൈറ്റി. അത് വെറൈറ്റിയുടെ പ്ലാന്റ് തന്നെയാണ്. ഇത് എമറാൾഡ് ആണ്. പിങ്ക് എമറാൾഡ്. ഇതും നല്ല റയർ പ്ലാന്റ് ആണ്, റേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിന്റെ തന്നെ ഗ്രീൻ ഉണ്ട്. ഗ്രീൻ വെറൈറ്റി അല്ലേ? അതപ്പുറത്തേക്ക് ഇതിന്റെ ഗ്രീൻ ഉണ്ട്. പിന്നത്തത് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല. ഇത് നാരോ ടൈപ്പ്. അത് വലിയ പ്രത്യേകതയൊന്നുമില്ല. വൈറ്റ് ആണ് അതിന്റെ ബോർഡർ എന്ന് മാത്രം. ഇതായിട്ട് ഇതൊരു വെറൈറ്റി ആണ്. സൺറൈസ് എന്നാ എന്താ പറയുക? സൺറൈസ് എന്നാണ്. അങ്ങനെ എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല കേട്ടാ. നമുക്ക് ഇനിയിപ്പോ പറയാൻ പറ്റില്ല, പലരും പല ഇതിൽ പറയുന്നത്. 180 വെറൈറ്റി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്റെ പേരൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല കറക്റ്റ് ആയിട്ട്. ഏകദേശം ഒരു ഐഡിയയിൽ പറയാമോ? ഇത് ഭയങ്കര ഭംഗിയാ. ഇതിന്റെ ഡോട്ടും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഭംഗി. ഒരു ഹെവി സൈസ് പ്ലാന്റ് ഒരു ഹെവി സൈസ് പ്ലാന്റ് തന്നെയാണ് അത്. ഇത് നമ്മുടെ എന്താ പറയാ മെജസ്റ്റിക്കിലൊക്കെ പെട്ടൊരു റെഡ്, അതിൽ പെട്ടൊരു റെഡ്. കുറെ വെറൈറ്റി ഉണ്ടല്ലോ. ചെറിയ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ടല്ലേ? അത് പിന്നെ ഗ്രീൻ ഷെയ്ഡ് മാറി സൈഡിലോട്ട് പോകും, ബോർഡറിലോട്ട് പോകും. പുതിയത് വരുന്നതൊക്കെ നല്ല ഇതിലോട്ട് വരും. ഇത് സൺഡ്രോപ്പ്. അല്ലേ? സൺഡ്രോപ്പ്. അപ്പൊ ലൈറ്റ് ഗ്രീനിഷ്. അപ്പൊ അതിന്റെ പോലെ തന്നെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്ലാന്റ് ആണിത്. ഇതിന്റെ ഐഡിയ അറിയില്ല കേട്ടോ. അതിന്റെ പേര് അറിയില്ല എനിക്ക്. പക്ഷെ ഇതിന്റെ ഒക്കെ തന്നെ കണ്ടാല് എന്താ പറയാ അത് ഒരു വേരിയേഷൻ വന്നിട്ടുള്ള, പക്ഷെ റേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റാ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റി കേട്ടോ. ഗോൾഡൻ ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എല്ലാവരുടെ അടുത്തുണ്ട് ഇതൊക്കെ. ഇതൊരു നേരോ ബാമ്പു എന്ന് പറയും. നേരോ ബാമ്പു എന്ന് പറയും. ഇത് അതാണ് നമ്മുടെ സ്നോ വൈറ്റില് വെട്ട പോലെ തന്നെ സിയാം പാരഗൺ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് ഇറങ്ങിയിട്ടുണ്ട്. അതില് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്നോ വൈറ്റും ഇതും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇതിന്റെ ലീഫില് വൈറ്റ്നെസ് കണ്ടില്ലേ? ഇതിന് കേറി ഇത് വൈറ്റ്നെസ് കൂടുതൽ അങ്ങനെ വരണം. ബോർഡർ മാത്രമായിട്ട് ഗ്രീൻ ആവും. അത് ബോർഡർ മാത്രമല്ല, ഞാൻ ഇതിന്റെ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ട് ശരിക്ക്. നേരിട്ട് കണ്ടപ്പോ അത് ശരിക്ക് തനി വെള്ള പ്ലാന്റ്, ലീഫൊക്കെ വെളുത്തിരിക്കാണ്. അപ്പൊ അതിന്റെ ഭംഗി ഉണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ കാണുമ്പോ ഭംഗി അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ്. ഇതൊക്കെ ലെഗസി വെറൈറ്റീസ് അല്ലേ? ലെഗസിയാണ്. ലെഗസി കുറച്ചുകൂടി ചെറുതായിരിക്കും. ലെഗസി മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയാൻ ആ ലീഫിനെ ഇത്തിരി ഇങ്ങനെ കണ്ട അങ്ങനെ ഒരു മടക്ക് വന്നിട്ട് ഇങ്ങനെ ഉള്ളത്. അതാണ് ഈ ലെഗസിയുടെ പ്രത്യേകത. ഇത് പിങ്ക് ഗ്രീൻ കണ്ടാ. അത് അതിന്റെ തന്നെ ഒരു വെറൈറ്റി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വേറൊരു വെറൈറ്റി. അത് അങ്ങനത്തെ തന്നെ. ഇത് നമ്മുടെ ശകുന്തള എന്നാ അങ്ങനെ എന്താ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു പേരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് അപ്പൊ ലെഗസിയുടെ ഗണത്തിൽ വെച്ചേക്കണെന്ന് മാത്രമേ ഉള്ളത്. ഇത് കൊച്ചിൻ പീച്ച് പീച്ചാ പിങ്ക അങ്ങനെ കറ ഇങ്ങനെ കേറി വ്യത്യാസം വരുന്നത് ഇപ്പൊ വരുന്നത്. അതന്നെ സെൻട്രലിലേക്ക് സ്പ്രെഡായി വന്നുള്ളത്. ഇത് പിങ്ക് ലിപ്സ്റ്റിക് അല്ലേ? നേരത്തെ കണ്ട റെഡ് ആണ്, ഇത് പിങ്ക് ആണ്. ഇത് ഗോൾഡൻ എന്നും പറയും. അതിനെ റെഡ് ലിപ്സ്റ്റിക് അവിടെ വേറെ ഉണ്ട്. അത് പഴയ വെറൈറ്റി. ഇത് ഗോൾഡൻ ആണ്. ഇത് പിങ്ക് ആണ്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? അതുണ്ട്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ഈ പ്ലാന്റ്
നമ്മുടെ പിങ്ക് വാലന്റൈൻ തന്നെയാണ് സംഭവം. പിങ്ക് വാലന്റൈൻ വാലന്റൈനിൽ പെട്ടതാണ്. ഇത്തിരി വലിയ ലീവ്സ് ആണ് ഇതിന്റെ. അതാണ് ഇതിന്റെ വലിയ പ്ലാന്റ് ആവും. കുറച്ചുകൂടി ഹെവി പ്ലാന്റ് ആണ്. ഹെവി പ്ലാന്റ് ആണത്. അതാണ് ഇതിന്റെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മുടെ വൈറ്റിൽ വെട്ടുന്ന ഈ അഞ്ചുമാനി എന്നൊക്കെ പറഞ്ഞൊരു പ്ലാന്റ് ഇറങ്ങിയിരുന്നു. പഴയ പ്ലാന്റ് ആണത്. അതിന്റെ തന്നെ ഒരു വൈറ്റ് ആണ്. ഇത് ഇതിന്റെ പേര് പപ്പായ എന്നൊക്കെ പറയും. ഗ്രീൻ പപ്പായ എന്നൊക്കെ പറയണത്. പക്ഷെ പേര് ഭംഗിയുണ്ട് പ്ലാന്റ്. ആ പിങ്കിഷ് ഇങ്ങനെ കയറി വരുമ്പോഴേ അതാണ് അതിന്റെ ഭംഗി. ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഇത് പനാമയല്ല. ഇത് പനാമ എന്നും പറഞ്ഞിട്ട് കുറെ പേരൊക്കെ ആദ്യമൊക്കെ ഇറങ്ങിയ ടൈമിലേ. പക്ഷെ പനാമ അല്ലത്. അതൊരു വേറൊരു വെറൈറ്റി ആണിത്. പനാമ പോലെ തോന്നുന്നെങ്കിലും തോന്നുന്നുള്ളൂ. ഇതും ഒരു നല്ല പ്ലാന്റാ. ഹാങ് ഹങ് എന്ന് പറയും. അതിന്റെ വെരിഗേഷൻ തന്നെ അതിന്റെ പ്രത്യേകത. ഈ പ്ലാന്റ് ഒക്കെ ഒരു 450 സൈസ് അനുസരിച്ചിട്ട്. നല്ല പ്ലാന്റ് കിട്ടണമെങ്കിൽ 450 രൂപയൊക്കെ. അനുസരിച്ച് ഇപ്പൊ ചെറിയ പ്ലാന്റ് ഒക്കെ ഇതിന്റെ 250-300 കിട്ടും. നല്ല പ്ലാന്റ് കിട്ടണമെങ്കിൽ എപ്പോഴും അത്യാവശ്യം റേറ്റ് കൊടുക്കണം. അതന്നെ നമ്മളെപ്പോഴും പ്ലാന്റ് എടുക്കുമ്പോ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് എടുക്കാം. സൈസ് ആയിട്ട് പ്ലാന്റ് എടുക്കാം. അതന്നെ നമ്മള് റേറ്റ് നോക്കിയിട്ടാവും ചെറിയ പ്ലാന്റ് എടുക്കാം നമ്മള്. പക്ഷെ അത് അല്ല, നമ്മുടെ ഒരു ഒപ്പീനിയനാണല്ലോ നമ്മ പറയണത്. ഇതും കൊച്ചിൻ റെഡിൽ പെട്ടത് തന്നെയാണ്. കൊച്ചിന്റെ തന്നെയാണ്. കൊച്ചിന്റെ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രീൻ വെറൈറ്റി ആണ്. നടുവില സെന്ററില ലൈൻ മാത്രമേ അതിന്റെ ഒരു ഇത് വരുന്നുള്ളൂ. അങ്ങനെയാണ്. ഇത് മെഹനക്കോൺ എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റിൽ പെട്ടതാണിത്. റെഡിന്റെ തന്നെ മെഹനക്കോൺ എന്ന് പറയും. കൂടി വരും. അതിന്റെ കൂടിയത് അവിടെ വേറെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇത് ലക്കാച്ചി. വൈറ്റ് ഇതിന്റെ കണ്ട വൈറ്റ്നെസ്സും അല്ല, ഒരു ഗോൾഡൻ കളറാണിത്. ലക്കാച്ചി എന്ന് പറയും. ഇതിപ്പോ അത്യാവശ്യം മൂവ്മെന്റ് ഉള്ളൊരു നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ്. സിയാം ഗോൾഡ് അല്ലേ? കുറച്ച് വലിയ ലീഫാണല്ലേ? വലിയ ലീഫാ. 1500 2 പ്ലാന്റ് ഉണ്ട് അതിന്റെ. അത് പ്ലാന്റിന്റെ ഒരു സൈസും അതിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണ് റേറ്റിലും വരുന്നത്. അതന്നെ. ഇത് അത്യാവശ്യം ഈ സൈസ് തന്നെ കിട്ടും നമുക്ക്. 1500 കൊടുത്താൽ ഏകദേശം ഇതിന്റെ അടുത്തൊരു സൈസ് ഒക്കെ തന്നെ പ്ലാന്റ് ഉണ്ടാവും തോന്നുന്നു എനിക്ക്. ഞാൻ മേടിച്ചിട്ടില്ല. ഇപ്പൊ മേടിച്ചിട്ടില്ല. വളരെ ചെറുതായപ്പോ കളക്ട് ചെയ്തിരുന്നാണോ അതൊക്കെ? ഇതൊക്കെ കുറച്ച് ഇതിലും പകുതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായുള്ളൂ ഞാൻ കളക്ട് ചെയ്യുമ്പോ. അപ്പൊ ഇപ്പൊ ചേച്ചി വേറെ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും ഞാൻ പ്രൊപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വെച്ചേക്കണ അങ്ങനെയാണല്ലേ? ഇതൊക്കെ 2 പ്ലാന്റ് അങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇത് ഒരു അത്യാവശ്യം നല്ല പ്ലാന്റ്. റിഫ്ലക്ടർ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇതാണ് വിചാരിക്കുന്നത് നമ്മള്. ഡോട്ട് മാത്രമേ ഉള്ളൂ. ഇതിന്റെ തന്നെ ഡിഫൻ ബാക്കിയാലും ഉണ്ട് ഒരു റിഫ്ലക്ടർ കേട്ടോ. ഇത് അഗ്ലോണിമയാണ്. ഇത് 2 പ്ലാന്റ് ഇതുപോലെ സെയിം തന്നെ. ഇത് നമ്മുടെ റൂബി റെഡ് എന്നൊക്കെ പറയും. അത് പറഞ്ഞിട്ട് പൊക്കം വെക്കില്ല. അല്ല, ഇങ്ങനെ വട്ടം വെച്ച് നിന്നോളത്. അതിന് ബുഷായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായി. ഇതിലുണ്ടായിരുന്നു നിറയെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് 2 ഷൂട്ടുള്ള ആകെ. ഇതിപ്പോ ഇതൊരു ലെമൺ യെല്ലോ എന്നൊക്കെയാണ് പലരും പല പേര് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ലെമൺ ഇതിന്റെ കണ്ടില്ലേ നമ്മുടെ ചെറുനാരങ്ങയുടെ ഒക്കെ ഒരു കളറ് യെല്ലോയിഷ് അങ്ങനത്തെ. ഇത് ഇതുപോലെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ്. റോട്ടണ്ടം ടൈഗർ കണ്ടോ? അതന്നെ. ഇതാണ് അതിന്റെ ആ ഒരു മയിൽ ഇത് കണ്ടില്ലേ? അതിന്റെ ഭയങ്കര ഭംഗിയല്ലേ? അതിന്റെ തന്നെ ഇത്തിരി ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. അതിന്റെ ഇത്തിരി ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ് ഇത്. സെയിം തന്നെ. ഇത് പീച്ചാണിത് ശരിക്കും. ഇതിന്റെ ഷെയ്ഡിന്റെ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ട്. കറക്റ്റ് ഇത്തിരി ഷെയ്ഡ് അല്ല, കുറച്ചും കൂടെ വെളിച്ചത്തേക്ക് വെക്കണ കറക്റ്റ് പീച്ച് ഷെയ്ഡിലേക്ക് വരും. കണ്ട, ഈ ഷെയ്ഡിലേക്ക് കറക്റ്റ് കിട്ടും. ഇത് പീച്ചാണ് ശരിക്കും പ്ലാന്റ്. ഇത് പ്ലാന്റിന്റെ പേര് കറക്റ്റ് ഇതിന്റെ ബോക്സറിൽ വെട്ടതാണിത്. കുറെ വെറൈറ്റി ഉണ്ട് ഈ ബോക്സറിന്റെ. പക്ഷെ ഭംഗിയാണ്. ഇതൊക്കെ ഇപ്പൊ നിസ്സാര റേറ്റ് ഉള്ളത്. സൈസ് ആവും. തൈകളും വരും പെട്ടെന്ന്. ഇതിന്റെയൊക്കെ തൈകൾ ഇഷ്ടംപോലെ തൈ ഉണ്ടായി. ഒക്കെ പറിച്ചു വെച്ചേക്കണം. ഇത് ഉഷായിരുന്നു ഇങ്ങനെ. ഇപ്പൊ ഒക്കെ മാറ്റിയിട്ടുള്ളു ഞാൻ. കുറച്ചായി. ഇത് ഗ്രീൻ എമറാൾഡ് അല്ലേ? ഇതും അല്ല, ഇത് റെഡ് എമറാൾഡ് ഉണ്ടാ. റെഡാണ്. ഇതിപ്പോ ആൾക്കാർ ഇപ്പൊ അത്യാവശ്യം കുറച്ച് നാളായ പ്ലാന്റ് ആണെങ്കിൽ ഇപ്പൊ എല്ലാരും മേടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. വലിയ റേറ്റ് അല്ല, മീഡിയം റേറ്റില്. ഇത് സ്റ്റാർ ഡസ്റ്റ്
സ്റ്റാർ ഡസ്റ്റ് അല്ലേ? സ്റ്റാർ ഡസ്റ്റ് അതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ റെഡിഷ് തന്നെയാണ്, ഡാർക്ക് ഗ്രീൻ അല്ലത്. ശരിക്കും ഒരു പൊടി അതന്നെ. ഇതിപ്പോ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ ഒന്ന് തുടച്ച കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. നീം ഓയിലൊക്കെ വെച്ച് ഒന്ന് ഇറക്കി കൊടുത്താൽ നല്ലതാ. ഈ പ്ലാന്റ് ഇതും കണ്ടപ്പോ നമുക്ക് പെട്ടെന്ന് തിരിച്ചു ഇതൊരു വിദൂരി എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് വിദൂരി ഇത് നമ്മുടെ ഈ ലെഗസിയിലൊക്കെ പോലെ നമുക്ക് തോന്നുന്നത് ഒറ്റ നോട്ടത്തില്. പക്ഷെ ഇത് പ്ലാന്റ് വലുതാവണം, അപ്പോൾ ഇതിന്റെ ഭംഗി വരാം. അടക്കടുക്ക് പോലെ സൈസ് ആവും. ഇതുപോലെയൊക്കെ സൈസ് വരും, പെട്ടെന്നാവില്ല. പക്ഷെ അടുക്കടുക്കണതിന്റെ അല്ല നല്ല ഭംഗിയാ. ഇതും പീച്ചിൽ പെട്ടതന്നെ ഒരു ലീഫിൽ ഇത്തിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ. പീച്ചാണ് ഇത്, പീച്ചാണ് കേട്ടോ, പിങ്കും അല്ല, ഇതൊരു പീച്ച് കളർ തന്നെയാണ്. ഇത് നമ്മുടെ സുമാത്ര, റെഡ് സുമാത്ര. ഇതിന്റെ പ്ലാന്റിന്റെ ഇതിന്റെ പ്രത്യേകത ലീഫ് ഇത് ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ നിൽക്കും. ബാക്ക് കണ്ടില്ലേ, അതിന്റെ ബാക്കിലാണ് ഞരമ്പ് ഇങ്ങനെ കണ്ടില്ലേ, വെയിൻസ്. ഇത് സുമാത്ര ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പൊ ഒത്തിരി എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനൊക്കെ നല്ല റേറ്റ്. ഞാൻ മേടിച്ചേക്കാളൊക്കെ ഭയങ്കര റേറ്റാ പറയുന്നത്. ഭയങ്കര റേറ്റാ. ഇതൊരു റേറ്റാ. മഹനക്കോൺ നമ്മുടെ പനാമയുടെ ഒക്കെ പോലെ തന്നെ ഒരു ലൈനാണ് ഇതിന് വരാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇപ്പൊ അത്യാവശ്യം എല്ലാവരും അന്വേഷിക്കുന്ന പ്ലാന്റും കൂടിയാണ് അത്. ഇത് കാൻഡി എന്ന് പറയും, വൈറ്റ് കാൻഡി. കാൻഡി കെയിന്നോ കാൻഡി കെയിൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല, കാൻഡി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ തന്നെ പിങ്ക്. ഇത് വൈറ്റ്, ഇത് പിങ്ക്. ഇത് പിന്നെ ഒരു ഗ്രീൻ വെറൈറ്റി ആണിത്. പേരറിയില്ല കേട്ടോ, എന്റെ ഐഡിയ അറിയില്ല എനിക്ക്. ഇതും ഒരു നല്ല വെറൈറ്റിയാണ്. ഇതിന്റെ പേരറിയില്ല. വേണ്ട ബൗളാവും. ലീഫ് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ബൗളിൽ ഷേപ്പിലേക്ക് പോകും. വേണ്ട, ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഇതും അതെ. ഇത് നമ്മുടെ ഈ എന്താ പറയാ ഡൗ വെരിഗേറ്റഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിനത്. ഇതിന്റെ ബേബി പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ മാറ്റി വെച്ചു, അതൊക്കെ കഴിഞ്ഞിപ്പോ സെയില്. ഇതൊരു നാരോ ലീഫാ, ഈ ബട്ടർഫ്ലൈ പോലത്തെ ഒരു നാരോ ലീഫാണിത്. നിറയെ തൈ ഉണ്ടാവില്ലേ, ഇഷ്ടംപോലെ തൈ, നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും. ഒരു ചെടി തന്നെ നമുക്ക് 2 ചെടിയാണെന്ന് തോന്നും. കണ്ടു കഴിഞ്ഞാൽ പിങ്കും ഉണ്ടാവും, ഗ്രീനും ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു കളർ പാറ്റേണിലാണ് ഇത് പോവാ. ഇത് കണ്ട പിങ്ക് ഡാൽമേഷൻ പിങ്ക്. ഇതും നല്ല പ്ലാന്റ് തന്നെയാണിത്. വലിയ പ്ലാന്റ് ആവും കേട്ടോ, വലിയ പ്ലാന്റ് ആവും. ഇതും കൊച്ചിനിൽ വെട്ടത് കൊച്ചിൻ വെറൈറ്റി അല്ലേ? കൊച്ചിൻ വെറൈറ്റി അത്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്കിന്റെ തന്നെ ഒരു ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതിന് ഗ്രീൻ എന്നല്ല പറയാ, ബ്ലാക്ക് എന്നാ പറയാ. എല്ലാരും ബ്ലാക്ക്, പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടെ പറയുന്നുണ്ട്, എനിക്കതറിയില്ല. ഞാനിപ്പോ എല്ലാരും പറഞ്ഞിട്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക് അങ്ങനെയാ പറയണത്. പേരൊക്കെ നമുക്ക് കറക്റ്റ് എല്ലാത്തിന്റെ അറിയില്ല. ഇത് നമ്മുടെ അഗ്ലോണിമേൽ തന്നെ റെഡ് ആർമി എന്ന് പറയുന്നത്. റെഡ് ആർമി ഗ്രീൻ ആർമി. അതിന്റെ ഇതാണ് ഭയങ്കര ഡിമാൻഡാണ്. ആൾക്കാരെല്ലാവരും നല്ല റേറ്റ് ഉണ്ട് ഇപ്പൊ. ആദ്യമൊക്കെ 1000-നൊക്കെ കിട്ടിയിരുന്ന പ്ലാന്റ് ഇപ്പൊ 1000-നും കിട്ടാനില്ല. പ്ലാന്റ് കിട്ടാനില്ല. അത് അങ്ങനത്തെ ഒരു പ്ലാന്റാ. ഇതിപ്പോ ഇറങ്ങിയിട്ടുണ്ട് കുറെ. വൈറ്റ് ഏഞ്ചൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടത് ഗ്രീൻ ബൗൾ. ഇതാണ് ഫ്രോസൺ. നമ്മളവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു വെറൈറ്റിയാണത് ഫ്രോസൺ. ഇത് പിന്നെ ഒരു പിങ്ക് കേളി എന്നൊക്കെ പറയുന്ന ഒരു പിങ്ക് കേളി പോലെ തന്നെ വരുന്നത്, മടങ്ങി. ഇത് നമുക്ക് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ചേച്ചി. അപ്പൊ നമ്മളെ ഇപ്പൊ ചേച്ചിയുടെ അടുത്തുള്ള വെറൈറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, വെറൈറ്റി പ്ലാന്റ്സ് ഒരുപാട് നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും അത് ചേച്ചി എന്നുള്ള ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, പോട്ടിംഗ് ബുക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. പറയാം. ഞാൻ ചെയ്യുന്ന രീതി പറയാം. എല്ലാവർക്കും അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ സ്വീകരിക്കാൻ അല്ല ചെയ്യാൻ പറ്റുന്നവര് അത് അനുസരിച്ച് ചെയ്യാം, അല്ലാത്തവര് അവനാന്റെ രീതിയിൽ ചെയ്യാം, അത്രയ്ക്ക് പറയുള്ളൂ. ഞാനിപ്പോ എന്റെ അഗ്ലോണിമ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് എന്റെ വർക്ക്ഷോപ്പ്. തെറ്റിദ്ധരിക്കരുത്, എന്റെ വർക്ക്ഷോപ്പ്. അപ്പൊ ഇതേപോലെ തന്നെ ഇതൊരു ഇതിലെ ആംബിയൻസിൽ നിന്നിട്ടാണ് ഞാൻ ചെയ്യുക. ഇതാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റ്. ഇത് നമ്മുടെ ഫ്രോസൺ, ഡാൾ ഫ്രോസൺ ആണ്. ഫ്രോസൺ നമ്മളപ്പുറത്ത് ഉണ്ട്. ഇതിന്റെ ഗ്രീനാണ്. ഇത് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടേ ഇതിന്ന് കട്ട് ചെയ്ത് ഇതിന്റെ സെന്റർ കണ്ടോ എടുത്തിട്ടുള്ള പ്ലാന്റ് ആണ്. അതിന്ന് ഇപ്പൊ 3 ഷൂട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിപ്പോ ഞാൻ റിപ്പോർട്ട് ചെയ്യും ഈ പ്ലാന്റ്. പിന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഓടും കഷ്ണം ഉപയോഗിക്കും. അതിലിത്തിരി മെറ്റില്ല ചരലിട്ടാലും മതി കേട്ടോ, വെള്ളത്തിന്റെ ഇതിന് വേണ്ടിട്ട്. ഇത് ചൈരിച്ചോറ്, നല്ല ട്രീറ്റഡ് ഇതായ നല്ലത്.
ചാണകപ്പൊടി, പൊടി, ഇത് നമ്മുടെ സാധാ പൊടിമണ്ണ്. പൊടിമണ്ണല്ലേ? പൊടിമണ്ണാണ്, ചുമന്ന മണ്ണല്ലാട്ടാ. ആറ്റുമണല് ആ വിഭാഗത്തിൽ പെട്ട തന്നെ മണ്ണ്. പിന്നെ ഉപയോഗിക്കാം സാഫ്, ഫംഗിസൈഡായിട്ട് ഞാൻ സാഫാണ് ഞാൻ കൊടുക്കല്. പിന്നെ ഞാൻ കുറച്ച് പെർലൈറ്റ് യൂസ് ചെയ്യും. പിന്നെ ഞാൻ എല്ലുപൊടി ഞാനേ റിപ്പോർട്ട് ചെയ്യുമ്പോ ഇടാറില്ല വെച്ചാല് എല്ലുപൊടി നമുക്ക് പെട്ടെന്ന് വേരിന് ചിലപ്പോ അതങ്ങോട്ട് പിടിച്ച് കിട്ടോളേ, ഡാമേജ് ആവാനുള്ള ഒരു ഇത്തിരി ഇത് കൂടിയിട്ടുള്ളതല്ലേ. അപ്പൊ ഞാനത് ചെയ്യലില്ല. ഇപ്പൊ കൊറേ പേര് ചെയ്യുന്നുണ്ട് എല്ലുപൊടി ഇടും, ഞാൻ പക്ഷെ ചെയ്തിട്ടില്ല അങ്ങനെ ഇതുവരെ. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാം. പണി സാധനം അവിടെ പോയി ആദ്യം പൊട്ടി മിക്സ് എടുക്കാം നമുക്ക്. ഇതിലിപ്പോ ഒരു 3 ചെറിയ പൊട്ടിലിക്കല്ല, അപ്പൊ ഇത് മതിയാവും. ഒരു 3 കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇതില് ചരിച്ചോറ് ഇത് ഞാൻ വാങ്ങിക്കുന്നതാണ്, ട്രീറ്റഡ് ആണിത്. അത് പിന്നെ അതിലേക്ക് ചാണകപ്പൊടിയെ ഈ ഫംഗസ് വരും, അപ്പൊ കുറച്ച് ഉപയോഗിക്കും. കുറച്ചിട്ടാ മതി, അധികം അങ്ങോട്ട് ഉപയോഗിക്കണ്ട. പിന്നെ കുറച്ച് സാഫ് ഇടാം, ഫംഗിസൈഡ് അതൊക്കെ മതി, അതൊക്കെ ധാരാളം സാഫ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് പെർലൈറ്റ്. അത് ഉപയോഗിക്കുന്ന വെച്ചാലേ നമുക്ക് ഇതിന് എയർ സർക്കുലേഷൻ, പ്ലാന്റ്സിന് വേരോട്ടത്തിനും ഒക്കെ പെർലൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെർമിക്കുലേറ്റ് എന്നിട്ടൊരു സംഭവം ഉണ്ട്, അതും ഇതിന് ഉപയോഗിക്കാം പോട്ടിങ്ങില്. ഇപ്പൊ ആ ചെറിയ പോട്ടിലോട്ടല്ലേ. പിന്നെ എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ, അത് ഇടാം. അതുണ്ട്, ഇവിടെ ഉണ്ട്. ഞാനങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന ഒന്നിച്ച് കഴിഞ്ഞിടലുണ്ട്, കുറച്ച് ഇത്തിരി വേണമെങ്കിൽ ഇടാം, അത്രയ്ക്കേ ഉള്ളൂ. പിടി കൂടുതലായാലും എല്ലാതും ദോഷം. നമ്മള് പോട്ട് ചെയ്യുമ്പോ വെച്ചാൽ വേരിതായിട്ട് കിട്ടിട്ടില്ലല്ലോ അധികം. നമുക്കൊരു പൊട്ട് കുറച്ച് ഇടാം, അത്രയൊക്കെ മതി. ഇപ്പൊ ഈ ഒരു പോട്ടിലേക്കാണ് ഞാനിപ്പോ ചെയ്യാൻ പോണത്. അപ്പൊ അത് ധാരാളം. പിന്നെ വേണ്ട നമ്മുടെ പോട്ടി മിക്സ് വേണ്ടില്ലേ, ഒരു കളിയുമില്ല. ചകിരിച്ചോറ് അത്യാവശ്യത്തിനല്ലേ വേണ്ടു. വെള്ളം നനഞ്ഞാൽ നിൽക്കില്ല ഇതില്. ഇപ്പൊ ഈ പെർലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം അതിനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് വെള്ളം വലിച്ചെടുത്തോളും. എയർ സർക്കുലേഷനും നന്നായിട്ട് കിട്ടും ഇത്. ഞാൻ ഇത്ര ചെയ്യലുള്ളൂ. പിന്നെ ഉമി വേണമെങ്കിൽ കൂട്ടാം, ഉമി കൂട്ടാം. അപ്പൊ ഈ ചകിരിച്ചോറിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പൊ ഉമി ഇതിൽ മിക്സ് ചെയ്യാം. ഇതുപോലെ ആ ഒരു വളത്തിന് പകരം അത്ര ഉമിയും കൂടെ കൂട്ടാം. വെള്ളത്തിന്റെ അംശമൊക്കെ ഡ്രൈ ആയിട്ട് പോയിക്കോളും അടി കൂടെ, അത്ര മതി. ഇപ്പൊ ഇതില് നമ്മള് ആദ്യം ഓടും കഷ്ണം വെക്കാം. പിന്നെ ഞാനങ്ങനെ ചെയ്യുന്നത് വെള്ളം വലിക്കാനല്ല, വെള്ളം ഈ ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ. അപ്പൊ വെള്ളം അതിന്റെ അടി കൂടെ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് ആകും. അപ്പൊ ഈ വെള്ളം ഇതിൽ നിൽക്കുമ്പോ അടിയിൽ കളി പോലെ നിന്നിട്ട് ആ വേര് പെട്ടെന്ന് ഫംഗസ് വന്ന് ചീഞ്ഞു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ ഇങ്ങനെ ഓടും കഷ്ണം നിരത്തി വെക്കുന്നത്. ഇത്രയും വെച്ചിട്ട് ഞാൻ ഇതിലാണ് അതിന്റെ മുകളിൽ ഇത്തിരി ഇതും കൂടി ഇടും. വെള്ളം അടിയിൽ കെട്ടിക്കിടുന്നാലേ ഇതിനൊക്കെ എടുക്കുമ്പോ പെട്ടെന്ന് പോയിക്കോളല്ലോ. ഇത് ഇത്രയും ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമുക്ക് അത് കുറച്ച് പകുതി പോയിക്കാം. അത് പോകുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിക്കാം. ശരി, നമ്മളിതിപ്പോ എപ്പോഴും വെള്ളം ഒഴിക്കുന്ന പ്ലാന്റ് അല്ലല്ലോ. അപ്പൊ കുറച്ച് നാളായല്ലോ ഈ മണ്ണൊക്കെ അവിടെ മാറ്റി. ഈ പോട്ട് മിക്സ് നമ്മൾ വേറെ എടുക്കുമോ? പഴയത് ഞാൻ ഉണക്കിയിട്ട് പിന്നെ അതിലെല്ലാതും മിക്സ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. ഉണങ്ങിയിട്ട് എടുക്കുള്ളൂ കേട്ടാ, ഞാൻ അതിന് മുമ്പ് എടുക്കില്ല. നമുക്ക് എല്ലാ പ്ലാന്റ്സും ഇതാണ് പ്ലാന്റിന്റെ വേരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതില് 3 പ്ലാന്റ് ഉണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോ നല്ലൊരു കത്തി ഉപയോഗിക്കാട്ടാ. ഞാനിങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു കത്രയുണ്ട്, എന്റെ പണിയായുധം. ഇത് ഞാൻ ഇതിനായിട്ടാണ് ഉപയോഗിക്കുന്നതാണ്. ഇതെന്റെത്. അപ്പൊ എന്നിട്ട് ഇതിപ്പോ ഇത് വേണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒടിക്കുകയും ചെയ്യാം. ഇങ്ങനെ എടുക്കാവുന്നുള്ളൂ.
കത്ര വേണമെന്നില്ല, എടുത്തിട്ട് ഞാൻ പിന്നെ ചെയ്യുന്ന അടുത്ത പരിപാടി ഫംഗിസൈഡാണ്. അതിപ്പോൾ എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജർ. ഇത് ചെയ്യേണ്ടത് എടുത്ത് കഴിഞ്ഞിട്ട് കത്ര വേണമെങ്കിൽ കത്ര ഉപയോഗിക്കട്ടെ, കത്തി കൊണ്ട് ഉപയോഗിക്കാം നമുക്ക്. ഇങ്ങനെ എടുക്കാം. രണ്ടാമത്തെ നമ്മളെടുത്തു. അത് ഇതുപോലെ തന്നെ നോക്കാം. വേര് 2 ആയാലും മതി പിടിക്കാൻ, സംഭവം പിടിച്ചോളൂ. ഇതൊക്കെ 2 പ്ലാന്റ്. ഇത് നമ്മൾ എടുക്കണ്ട, മദർ പ്ലാന്റ് ആയിട്ട് നിർത്താം. ഈ കട്ട് ചെയ്ത വശത്ത് നമ്മൾ ഇതിങ്ങനെ ഫംഗിസൈഡ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പ്ലാന്റ് ചിലപ്പോൾ നശിച്ചു പോകും നമ്മുടെ. അപ്പൊ നമുക്കിപ്പോ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് വേറെ ഷൂട്ട്സ് ഒക്കെ വന്നോളൂ. ഇതാണ് മദർ പ്ലാന്റ് ആയിട്ട് വെക്കാം. ഇത് നമുക്ക് വലിയൊരു പൊട്ടിൽ വെക്കുള്ളൂ. ഇപ്പൊ നമുക്ക് 2 എണ്ണം വെക്കാം, ഇതിലൊരെണ്ണം വെക്കാം. ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ചാൽ മതി. രണ്ടാമത് ഇത് അധികം താത്തി വെക്കണ്ട, വേര് കുറെ താത്തി വെക്കണ്ട. അതുപോലെ ഇനി വേരുകളില്ലേ നമ്മൾ ഇതിന് ഉള്ളിലേക്ക് ഇറക്കി വെക്കരുത്, ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. ഈ മണ്ണിന്റെ മുകളിലോട്ട് ഇങ്ങനെ പരത്തി വെക്കാം. അപ്പൊ വേരോട്ടം വന്ന് തൈകളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ നേരെ, അതായത് നമ്മൾ ഈ മണ്ണിട്ടിട്ട് കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കുത്തി വെക്കരുത്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും? ഞാൻ കുറെ വെള്ളം ഒഴിക്കില്ല, ഒന്ന് സ്പ്രേ ചെയ്യും. അതിന്റെ ആവശ്യമുള്ളൂ. ഇത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ തട്ടും, സീറ്റിംഗ് ആവാൻ വേണ്ടിട്ട് ഒന്ന് ഇതിങ്ങനെ തട്ടും. നമ്മളപ്പോ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതില് നമ്മൾ അധികം വെള്ളം കൂടി കുത്തി ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറിയ നനവ് മതി. അപ്പൊ അതിൽ ഇത്തിരി സാഫും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, കുറച്ച് സാഫ്. അപ്പൊ ഫംഗസിന്റെ ഒരു ഇത് എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. ഡെയിലി വേണ്ട, ഇപ്പൊ അത്യാവശ്യം നനച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത എന്ന് വേണ്ട നോക്ക്. ഇനിയിപ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കണെങ്കിൽ ചിലപ്പോ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പൊട്ട് ചെയ്യുമ്പോ പക്ഷെ കട്ട് ചെയ്ത് വെക്കും, ടോപ്പ് കട്ട് ചെയ്യും നമ്മള് പ്ലാന്റ് വേരില്ലാണ്ട്. അതിന് നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. അത് ഇതുപോലെ നമ്മളിങ്ങനെ എന്താ പറയാ വെള്ളം ഇങ്ങനെ കുറെ സ്പ്രേ ചെയ്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇതൊക്കെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ്. കവർ ഇട്ട് വെച്ചേക്കെന്ന് വെച്ചാൽ എന്റെ ഒരു വിശ്വാസമാണ്. എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടി. ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ശരിക്കും ഇങ്ങനെ ഒരു ഇതുകൊണ്ട് കെട്ടും, ലീവ്സ് ഒക്കെ ഇങ്ങനെ കെട്ടി വെക്കും. അതായത് അപ്പൊ നമ്മൾ ആ കാറ്റിന് ഇതിന്റെ ലീവ്സ് ഒന്നും ഇണങ്ങി ഈ കട അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഫസ്റ്റ് തന്നെ നമ്മളിത് കെട്ടാം. കെട്ടിയിട്ട് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാം. മണ്ണ് ഫില്ല് ചെയ്തിട്ട് ആ ടോപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ സാഫ് പറ്റി വെച്ചിട്ട് അതിന് ശേഷം നമ്മള് നേരെ ചെടി കൊണ്ട് കുത്തരുത്, ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ ഈ കവറിട്ട് വെക്കാം. കവറിട്ട് ശരിക്കും ഇങ്ങനെ കെട്ടി വെക്കുന്നു, അതിങ്ങനെ കെട്ടും. അല്ലെങ്കിൽ ഇതിന്റെ അടിയിലേക്ക് ആക്കിട്ട് വെക്കാം. അതിപ്പോ ഇത് അഴിച്ചു കഴിയുമ്പേ നോക്കിയിട്ടില്ല, ഞാൻ തന്നെ നോക്കിയിട്ടില്ല. അതിന് മുന്നത്തൊക്കെ നോക്കിയതൊക്കെ സക്സസ് ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ എന്തായാലും കട്ട് ചെയ്ത് വെക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് ലീവ്സ് ഒക്കെ പോകും. അത് ഓൾറെഡി എന്തായാലും പോകും നമ്മുടെ. അപ്പൊ ഇത് വേര് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കണം, നോക്കിയോട്ടെ. പിടിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്നും പറയരുത്. വേണ്ട, വേര് പിടിച്ച്. ഇത് 2 ആഴ്ച കഷ്ടി ആയിട്ടുള്ളൂ. ഇത് ടോപ്പ് കട്ട് ചെയ്ത് നട്ടാണല്ലേ? ടോപ്പ് കട്ടിംഗ് ആണ്. 100% സക്സസ് ആണല്ലേ? അടിപൊളി. കണ്ടാ, വേര് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ചേച്ചിയുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കാം. അല്ല, ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പ്ലാൻസ് ഒന്നും ആരും ആദ്യം ചെയ്യരുത്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാം. വില കുറഞ്ഞ നമ്മള് എന്ത് പരീക്ഷണം നടത്തുമ്പോഴും നമ്മുടെ റേറ്റ് കുറവുള്ള പ്ലാൻസ് നോക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കാം. ഇതൊക്കെ ഞാനപ്പോ അങ്ങനെ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതപ്പോ ഒന്നിൽ കൂടുതൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാലോ, ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിപ്പോ എന്റെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാനപ്പോ ഇതിൽ തന്നെ വെക്കട്ടെട്ടാ. ഇത് വലിയ പോട്ടിലോട്ട് ഞാൻ മാറ്റും. അപ്പൊ ഇത് റൂട്ട് വന്നു. അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഇതൊക്കെ അങ്ങനെ വെച്ചിരുന്നുണ്ട്. ഇതുപോലെ കെട്ടി വെക്കാം മസ്റ്റ്. അപ്പൊ ലീവ്സ് ആടില്ല, ഇത് കാറ്റത്ത് ആടില്ല. അപ്പൊ നമ്മുടെ തണ്ട് ഇതാവില്ലേ, ഇത് വേണം.
ഇതൊക്കെ നല്ല റേറ്റുള്ള റേറ്റ് വരുന്ന പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ സ്നോ മൗണ്ടനാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, സ്നോ മൗണ്ടൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ലീഫ് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കവറിട്ട് ഇതാക്കി വെച്ചത്. നനയ്ക്കാൻ പാടില്ല, എന്നും നനയ്ക്കണ്ട. നമ്മൾ എപ്പോഴും തണവുള്ള സ്ഥലത്ത് വെക്കാണ് മാത്രം. ഇങ്ങനെ ടോപ്പ് കട്ട് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത അതാണ്. ഒട്ടും വെയിലത്ത് കൊണ്ട് ചൂടുള്ള കെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ പ്ലാന്റ് മൊത്തം പോകും. അപ്പൊ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇത്. അപ്പൊ ഞാൻ ഈ വടി ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഇത് ഇടുമ്പോ ലീഫ് മടങ്ങി പോവാൻ പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഇടുമ്പോ കവർ ഇടുമ്പോ ഇതുമ്പോ നിന്നോളും ടോപ്പ്. അപ്പൊ അതിന് ഈ വടി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാരുടെ ക്രിയേഷൻ ആണ് ചെയ്ത്? ഇതോ, ഇത് ക്രിയേഷൻ ഇത് നമ്മൾ റെഡിമെയ്ഡ് ആണ് ഈ സംഭവം. ഇത് പിന്നെ നമ്മളത് കൊണ്ട് സെറ്റ് ചെയ്യണ പോലെ ഇരിക്കും അതിന്റെ ഭംഗി. എന്ത് സംഭവം കൈ കിട്ടിയാലും നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യണം അതനുസരിച്ചായിരിക്കും എന്ത് സംഭവത്തിനും ഭംഗി വരാം. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഇപ്പൊ ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ പോട്ടിങ്ങും അതേപോലെ ബോട്ടമിക്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു അഗ്ലോണിമയുടെ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വലിയ വലിയ റേറ്റിന്റെ പ്ലാന്റ്സ് മേടിക്കാതിരിക്കുക. ഫസ്റ്റ് തന്നെ നമ്മള് റേറ്റ് കുറവുള്ള പ്ലാന്റ്സ് മേടിച്ച് അത് നട്ടൊന്ന് ശീലാവട്ടെ. എക്സ്പീരിയൻസ് ആയതിനു ശേഷം അപ്പൊ നമുക്ക് അതിന്റെ ഒരു നന പൊട്ടിങ് അതിന്റെ വളം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ നല്ല നല്ല പ്ലാന്റ്സിലോട്ട് തിരിയാം. പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, കുറെ വെള്ളം ഒഴിക്കണ്ട, കുറെ വളം ഇടണ്ട, മീഡിയം. ഇപ്പൊ ചാണകപ്പൊടി കുറെ ഇട്ട് കൊടുത്താലും പ്രശ്നമാണ്, ഫംഗസ് വരും. ചാണകപ്പൊടി അല്ല മറ്റേ ചകിരിച്ചോറ് കുറെ ഇട്ടാലും പ്രശ്നം. എല്ലാത്തിനും ഇതിന്റേതായ കുറെ ദോഷങ്ങളുണ്ട്. അപ്പൊ ഒരു മീഡിയം ലെവലില് കെയർ ചെയ്ത് നമ്മൾ പോവാ ഈ പ്ലാന്റ്സിനൊക്കെ. പിന്നെ ഇതില് ഇല ചെയ്യല് വരുന്നുണ്ട്, വേര് ചെയ്യലും വരുന്നുണ്ട് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതും ഈ പറഞ്ഞിട്ട് നനയുടെ പ്രശ്നം കൊണ്ട് വരുന്നുണ്ട്. വെള്ളം അധികം ഒഴിച്ചിട്ടേ വെള്ളം വാർന്നു പോയാൽ മതി. ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അല്ലാതെ വേറെ നമുക്ക് വലിയ റിസ്ക് പിടിച്ച അതൊന്നും ഇല്ല ഇതില്. നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും സാധാ വെറൈറ്റീസ് ആണെങ്കിൽ. പക്ഷെ റേറ്റഡ് പ്ലാന്റ്സിൽ അങ്ങനെ പ്ലാന്റ്സ് ഒന്നും വരില്ല. നമുക്ക് ഒരു തൈ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ദിവസവും പോയി നോക്കി നിന്നാലും പോലും അങ്ങനെ വരില്ല. ഇതൊക്കെ പിന്നെയും വരുന്നത് തോന്നുന്നു എനിക്ക്. ഈ വെറൈറ്റീസ് ഒക്കെ പിന്നെയും തൈകൾ ഉണ്ടാവും. ഇതൊക്കെ മറ്റതൊന്നും വരില്ല. ഇതൊക്കെ ഒരു നല്ല വെറൈറ്റിയാ. ഇത് നമ്മൾ എലഫന്റ് റെഡ് എന്ന് പറഞ്ഞില്ലേ അവിടെ, അതിന്റെ ഒക്കെ തൈകളാണ് ഇതൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് കിട്ടിയാലെല്ലാം അഗ്ലോണിമ നമുക്ക് കയ്യിലണങ്ങണ ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ ചിലര് പറയും ഓർക്കിഡ് എന്ന് പറയില്ലേ, ചിലര് എപ്പിസിയ. അപ്പൊ അങ്ങനെ എനിക്കിഷ്ടം അതന്നെ. ഇപ്പൊ നമ്മള് കൊറേ എല്ലാവരും പറഞ്ഞതിന്റെ പിന്നാലെ പോവാതിരിക്കാം. നമുക്ക് നമ്മ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നമുക്ക് ശരി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അമ്പിളി ചേച്ചിയുടെ ഹോം ഗാർഡനിൽ എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രൊപ്പഗേഷനും അതേപോലെ തന്നെ റീപോർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ചേച്ചി ചെയ്യുന്ന രീതിയാണ് നമുക്കിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും വല്ല സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചേച്ചി വിളിച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ചേച്ചിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.